ഇന്നത്തെ യാത്ര എന്ന് പറയുന്നത് ദക്ഷിണകാശി എന്നറിയപ്പെടുന്ന കൊട്ടിയൂരിലേക്കാണ്. സ്ഥലമാണ് കൊട്ടിയൂർ എന്നാണ് വിശ്വാസമെന്ന്. ഒരു വൈശാഖ നാളിലാണ് ഇത്രയും ദക്ഷയാഗം നടത്തിയത്. പിതാവ് നടത്തുന്ന യാഗത്തിൽ ഇന്നത്തെ യാത്ര എന്ന് പറയുന്നത് ദക്ഷിണകാശി എന്നറിയപ്പെടുന്ന കൊട്ടിയൂരിലേക്കാണ്. കൊട്ടിയൂരിനെക്കുറിച്ച് കൂടുതൽ പറയേണ്ട ആവശ്യമൊന്നുമില്ല, എന്നാലും പറയുകയാണ്. കൊട്ടിയൂരിൽ കഥയുണ്ട്. അതായത് കൊട്ടിയൂരിൽ വൈശാഖ മഹോത്സവം ആരംഭിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു പ്രചാരമുള്ള ഒരു പുരാവൃത്തമുണ്ട്. ദക്ഷപ്രജാപതിയുടെ യാഗപൂർത്തീകരണത്തിന് ശേഷം തേത്രായുഗത്തിലും ത്രിമൂർത്തികൾ ഈ പുണ്യഭൂവിൽ കൂടിച്ചേരുകയുണ്ടായി. ശിവശിഷ്യരിൽ പ്രധാനിയായ പരശുരാമൻ മഹർഷിയുടെ തപസ്സും കലിയുമായുള്ള യുദ്ധവുമാണ് യാഗവേദിയിൽ ത്രിമൂർത്തികളുടെ പുനഃസാഗമനത്തിന് കാരണമായത്. വടക്കേ മലബാറിലെ പ്രസിദ്ധമായ 2 മഹാദേവ ക്ഷേത്രങ്ങളാണ് കൊട്ടിയൂർ ശിവക്ഷേത്രങ്ങൾ. കണ്ണൂർ ജില്ലയിലെ കൊട്ടിയൂർ ഗ്രാമത്തിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ബാവലിപ്പുഴയുടെ തീരത്തുള്ള ഈ നാടിനെ ദക്ഷിണകാശി എന്ന പേരിലും വിശേഷിപ്പിക്കാറുണ്ട്. ഇക്കരെ കൊട്ടിയൂർ ക്ഷേത്രവും അക്കരെ കൊട്ടിയൂർ ക്ഷേത്രവുമുണ്ട്. ഇങ്ങനെ 2 ക്ഷേത്രങ്ങളാണ് ഇവിടെ ഉള്ളത്. പരമശിവനും പാർവതിയുമാണ് പ്രധാന ആരാധനാമൂർത്തികളായി വരുന്നത്. 27 ദിവസമാണ് ഈ ഉത്സവം നീണ്ടു നിൽക്കുക. അതായത് ഈ ക്ഷേത്രത്തിന് പ്രസിദ്ധി വരുന്നത് തന്നെ 27 ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവവുമായി ബന്ധപ്പെട്ടാണ്. ലക്ഷക്കണക്കിന് ഭക്തർ പങ്കെടുക്കുന്ന ഒരു ഉത്സവം കൂടിയാണിത്. കൊട്ടിയൂരിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ അക്കരെ കൊട്ടിയൂർ ക്ഷേത്രത്തിൽ ഇടവത്തിലെ ചോതി നക്ഷത്രം തൊട്ട് മിഥുനത്തിലെ ചിത്തിര നക്ഷത്രം വരെയുള്ള 27 നാളുകളിലാണ് പ്രസിദ്ധമായ വൈശാഖ മഹോത്സവം നടക്കുന്നത്. മലബാറിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും, അതായത് ഈ തമിഴ്നാട്, കർണാടക, ആന്ധ്ര സംസ്ഥാനങ്ങളിൽ നിന്ന് വരെ ധാരാളം തീർത്ഥാടകർ ഈ ദിവസങ്ങളിൽ ക്ഷേത്രങ്ങളിൽ എത്തുന്നുണ്ട്. വയനാടൻ ചുരങ്ങളിൽ നിന്ന് ഒഴുകി വരുന്ന വാവലിപ്പുഴയുടെ വടക്കേ തീരത്ത് തിരുവഞ്ചിറ എന്നറിയപ്പെടുന്ന ഒരു ചെറിയ പുഴയുടെ നടുവിൽ കൊട്ടിയൂരിലെ പ്രധാന ആരാധനാ കേന്ദ്രമായ ശിവലിംഗവും പരാശക്തിയുടെ സ്ഥാനമായ അമ്മാറക്കല്ലും സ്ഥിതി ചെയ്യുന്നു. ഇനി കൊട്ടിയൂരിൻ്റെ ഐതിഹ്യം പറയുകയാണെങ്കിൽ പുരാണങ്ങളിലെ ദക്ഷയാഗം നടന്ന സ്ഥലമാണ് കൊട്ടിയൂർ എന്നാണ് വിശ്വാസമെന്ന്. ഒരു വൈശാഖ നാളിലാണ് ഇത്രയും ദക്ഷയാഗം നടത്തിയത്. പിതാവ് നടത്തുന്ന യാഗത്തിൽ തന്നെയും പ്രിയതമനായ ശിവനെയും അവഹേളിച്ചതിൽ ദുഃഖിതയായ സതീദേവി യാഗാഗ്നിയിൽ ചാടി ജീവനൊടുക്കിയെന്നും കോപാകുലനായ ശിവൻ ജടപറിച്ച് നിലത്തടിക്കുകയും അതിൽ നിന്ന് വീരഭദ്രനും ഭദ്രകാളിയും അവതരിക്കുകയും ചെയ്തു എന്നും ഭദ്രകാളിയോടും ഭൂതഗണങ്ങളോടുമൊപ്പം വീരഭദ്രൻ യജ്ഞശാലയിലേക്ക് കൊടുങ്കാറ്റ് പോലെ ഇരച്ചു കയറി ഭദ്രകാളി ദക്ഷൻ്റെ യാഗശാലയും പരിസരവും തകർത്ത് തരിപ്പണമാക്കിയെന്നൊക്കെ പറയുന്നു. വീരഭദ്രൻ യാഗശാലയിൽ ചെന്ന് ദക്ഷൻ്റെ തലയറുത്ത് യാഗം അപൂർണമായി തീരുന്നത് ലോകത്തിന് നല്ലതല്ലെന്ന മഹർഷിമാരുടെ അഭ്യർത്ഥനയാൽ മഹാദേവൻ ഒരു ആടിൻ്റെ തല വെച്ച് ദക്ഷനെ പുനർജീവിപ്പിച്ച് യാഗം പൂർത്തിയാക്കി. ദുഃഖിതനായ ശിവൻ സതിയുടെ ശരീരവുമായി അലയാൻ തുടങ്ങി. മഹാവിഷ്ണു തൻ്റെ സുദർശന ചക്രത്താൽ സതിയുടെ ശരീരം 51 കഷ്ണങ്ങളാക്കി ചിതറിപ്പിച്ചു. അവ ചെന്ന് പതിച്ച സ്ഥലങ്ങൾ എല്ലാം ഭഗവതിയുടെ 51 ശക്തിപീഠ ക്ഷേത്രങ്ങളായി മാറി. തുടർന്ന് വൈരാഗിയായ ശിവൻ കൊടും തപസ്സനുഷ്ഠിക്കാൻ കൈലാസത്തിലേക്ക് പോയി. പിന്നീട് കൊടും വനവുമായി തീർന്ന യാഗസ്ഥലം കുറിച്യരുടെ വാസസ്ഥലമായി. ഒരു കുറിച്യ യുവാവ് അമ്പിന് മൂർച്ച കൂട്ടാൻ ഒരു കല്ലിൽ ഉരയ്ക്കുകയും കല്ലിൽ നിന്ന് രക്തം വരികയും ചെയ്തു. ഇതറിഞ്ഞെത്തിയ പടിഞ്ഞീറ്റ നമ്പൂതിരി കൂവലിയിൽ കലശമാടിയത്രേ. വൈശാഖ ഉത്സവം ആരംഭിച്ച് ക്ഷേത്രത്തിൽ ഇന്ന് കാണുന്ന ചിട്ടകൾ ഉണ്ടാക്കിയത് ശങ്കരാചാര്യരാണെന്ന് കരുതപ്പെടുന്നു.
പുറത്തേക്കുള്ള വഴി ഔട്ട്സൈഡ് എക്സിറ്റ് വാങ്ങിത്തരൂ. പുറത്തേക്കുള്ള വഴി ഔട്ട്സൈഡ് എക്സിറ്റ് വാങ്ങിത്തരൂ.